ഹലോ. ആ, ഇന്ന് നമ്മുടെ 30ാമത്തെ ദിവസമാണ്, ചാലഞ്ചിന്റെ ലാസ്റ്റ് ദിവസം. ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റില്ല 30 ദിവസമായിരുന്നു. ബട്ട് 30 ദിവസമായി. 30 ദിവസം പോയപ്പോ ഞാൻ അറിഞ്ഞില്ല. അത് വിട്, നമുക്ക് അതിനെപ്പറ്റി ഡിലേറ്റ് വേറെ വീട് സംസാരിക്കാം. ഞാൻ 30 ദിവസത്തെ എന്നെ സംഭവിച്ചു എന്ന് കൃത്യമായിട്ട് പറഞ്ഞൊരു വേറെ വീട് നമുക്ക് ഇടാം. അതിന് മുന്നേ ഇന്ന് ഈ ലാസ്റ്റ് ദിവസം എനിക്ക് വേറൊരു കാര്യം പറയണമെന്ന് തോന്നി. ഞാൻ വീഡിയോ ഇപ്പോൾ നിങ്ങൾ കാണുന്ന മിക്കവരും ഞാൻ തന്നെ ഷെയർ ചെയ്തിട്ട് എൻ്റെ കൂട്ടുകാരാണ് മെയിനായിട്ട് ഇത് കാണുന്നത്, എനിക്കറിയാം. അല്ലാത്ത ആൾക്കാർ വളരെ കുറവാണ്. അപ്പോൾ ഞാൻ ഷെയർ ചെയ്ത് കാണുന്ന ആൾക്കാരാണ് മിക്കവരും. അപ്പം ഞാൻ ഷെയർ ചെയ്തപ്പോൾ മിക്കവരും അടുത്ത് പറഞ്ഞ കാര്യമുണ്ട്, അവർക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ താല്പര്യം ഉണ്ടായി, പക്ഷെ അവർക്ക് തുടങ്ങാൻ പറ്റിയ എന്നുള്ള രീതിയിൽ. അപ്പം ഇന്ന് ഞാൻ അതിനെപ്പറ്റി പറയാം. ഞാൻ ഈ 30 ദിവസം കൊണ്ട് യൂട്യൂബിനെ പറ്റിയും യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിനെ പറ്റി എന്തൊക്കെ പഠിച്ചേ എന്നുള്ള രീതിയിൽ അതിനെപ്പറ്റി പറയാൻ ചോദിച്ചു. പോവാ, നമുക്ക് അതിനെപ്പറ്റി നോക്കാം. അതിനേക്കാളും മുന്നൊരു കാര്യം, ഞാൻ ഇനി പറയാൻ പോണ കാര്യങ്ങൾ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന്, അതായത് ഈ 30 ദിവസത്തെ എക്സ്പീരിയൻസിൽ നിന്ന് പറയുന്ന കാര്യങ്ങളാണ്. സ്ട്രിക്റ്റ് ലൈൻ തന്നെ പറയുന്നത്, അതിനപ്പുറത്തെ കാര്യങ്ങളൊന്നും ഞാൻ പറയാനില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ എക്സ്പെക്ട് ചെയ്താൽ മതി. ഞാൻ പിന്നെ എൻ്റെ എക്സ്പീരിയൻസിന് അപ്പുറത്തെ കാര്യങ്ങൾ ഞാൻ പറയണില്ല, കാരണം അത് ഞാൻ പറയണതിൽ അർത്ഥം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ പഠിച്ച കാര്യങ്ങളാണ് നമ്മൾ പറയാനായിട്ട്. അപ്പോൾ ഓക്കെ. അപ്പോൾ ഞാനിനി ഒരു 3 സ്റ്റെപ്പ്, മെയിനായിട്ടൊരു 3 സ്റ്റെപ്പ് അല്ലെങ്കിൽ 3 റൂളാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഷെയർ ചെയ്യാം. അപ്പോൾ ഓക്കെ, ഫസ്റ്റ് റൂള് അല്ലെങ്കിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുകയാണെങ്കിൽ സിമ്പിളാണ്. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങളിപ്പോൾ കുറേ നാൾ ആഗ്രഹിക്കുന്നുണ്ട് യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യും. നിങ്ങളുള്ള ക്യാമറ, ഇപ്പോൾ മൈക്ക് ഉണ്ടെങ്കിൽ നല്ലത്, മൈക്ക് ഇല്ലെങ്കിൽ കാറിൻ്റെ അകത്തോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന ആ രീതിയിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന അറ്റ്മോസ്ഫിയറിൽ റെക്കോർഡ് ചെയ്യാം. നിങ്ങൾക്ക് പറ്റുന്ന പോലെ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. അതാണ് ഫസ്റ്റ് ആയിരിക്കും പറയാനുള്ളത്. നമ്മൾ പെർഫെക്റ്റ് ആയ ഒരു സംഭവം കാത്തിരുന്നതിന് അതിനെ കാത്തിരിക്കലേ ഉണ്ടാവുള്ളൂ. അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ വെച്ചിട്ട്, ഉള്ള ഫോൺ, ഉള്ള ക്യാമറ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുക. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അടുത്തത് സെക്കൻഡ് സ്റ്റെപ്പ്. രണ്ടാമത്തെ കാര്യം ഇത്രേ ഉള്ളൂ, ഒന്ന് എക്സ്പെക്റ്റ് ചെയ്യാണ്ടിരിക്കുക. രണ്ട് വീഡിയോ കൊണ്ടോ 3 വീഡിയോ കൊണ്ടോ കുറേ സബ്സ്ക്രൈബേഴ്സ്, കുറേ വ്യൂസ് കിട്ടുമോ അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാണ്ടിരിക്കുക. ഇപ്പം ഞാൻ ചാനൽ തുടങ്ങിയപ്പോൾ ഞാൻ ഡോക്യുമെൻറ്റേഷൻ പോലെ തുടങ്ങിയിട്ടുണ്ടായി, അതുകൊണ്ട് ഞാനത് എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായില്ല. പക്ഷേ എൻ്റെ ഇടയിലൊരു വീഡിയോ പോപ്പ് ഓഫ് ചെയ്തു, അല്ലെങ്കിൽ കുറച്ച് വ്യൂസ് കൂടി എൻ്റെ ഇടയിലൊരു വീഡിയോയ്ക്ക്. അപ്പം അതിന് ശേഷം എക്സ്പ്രഷൻ കൂടി തുടങ്ങി, ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യാൻ തുടങ്ങി, ഇതിന് കൂടോ എന്നുള്ള രീതിയിൽ ചെക്ക് ചെയ്യാൻ തുടങ്ങി. പക്ഷെ അത് ഭയങ്കര സീനാണ്, കാരണം നമ്മളുടെ എക്സ്പെക്ടേഷൻ ഭയങ്കര കൂടും. അതിനനുസരിച്ച് വീഡിയോക്ക് റീച്ച് വരാണ്ടാവുമ്പോൾ വിഷമം തുടങ്ങും. അത് മൊത്തത്തിൽ വീഡിയോ എടുക്കാനുള്ള ആ ഒരു തന്നെ കളയും. അപ്പോൾ എക്സ്പെക്റ്റ് ചെയ്യാണ്ടിരിക്കുക. നമ്മളെന്തിനാണ് വന്നത്, വീഡിയോ എടുക്കാനാണെങ്കിൽ വീഡിയോ എടുക്കുക, അപ്ലോഡ് ചെയ്യുക, പിന്നെ അതിനെപ്പറ്റി മറക്കുക, അടുത്ത കാര്യത്തേക്കും പോവുക. അപ്പം ഞാൻ ഒരു ദിവസം വീഡിയോ ചെയ്യും, അപ്ലോഡ് ചെയ്യും, ഓക്കെ, അത് കഴിഞ്ഞു, അടുത്ത ദിവസം വീഡിയോ. ആ ഒരു രീതി പൊയ്ക്കൊണ്ടിരിക്കുക, ഒന്ന് എക്സ്പെക്റ്റ് ചെയ്യാണ്ടിരിക്കുക. 3ാം സ്റ്റെപ്പ്, ചെയ്തുകൊണ്ട് പഠിക്കുക. എല്ലാം പഠിച്ച് എല്ലാം സെറ്റായിട്ട് നമുക്ക് ആ വീഡിയോ ചെയ്യാം, വീഡിയോ അപ്ലോഡ് ചെയ്യാന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കുള്ളൂ. ഒന്നും നടക്കാൻ പോകില്ല. നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മളെല്ലാം എഡിറ്റിങ്ങും സിനിമാറ്റോഗ്രാഫിയും ക്യാമറ ആംഗിൾസും ഷോട്ടും ഒക്കെ പഠിച്ച് സെറ്റായിട്ട് വീഡിയോ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കുള്ളൂ. അപ്പോൾ വീഡിയോ എടുത്തുകൊണ്ട് പഠിക്കുക. ഓരോ വട്ടം വീഡിയോ എടുക്കുമ്പോൾ കുറച്ചുകൂടെ ബെറ്റർ എടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. തംബ്നെയിലിനെ പറ്റി പഠിക്കുക. അതൊക്കെ നമുക്ക് തുടങ്ങിയതിന് ശേഷം പഠിക്കാൻ പറ്റും. ഞാൻ അങ്ങനെ പഠിച്ചത്. എൻ്റെ ആദ്യത്തെ കുറേ വീഡിയോസ് കണ്ടാൽ നിങ്ങൾക്ക് തന്നെ അറിയാം, ഭയങ്കര ഷോക്കായിരുന്നു. എൻ്റെ ഇപ്പോഴത്തെ വീഡിയോസും അത്ര ടോപ്പ് നല്ല നിങ്ങൾക്ക് നല്ലോണം അറിയാം. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഇടയിൽ നല്ല മടിയുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഞാൻ പഠിക്കണ പേസ് കുറച്ചുണ്ട്, എന്നാലും ഞാൻ പതുക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചെയ്തുകൊണ്ട് പഠിക്കുക. ഇതാണെങ്കിൽ 3 കാര്യം പറയാനുള്ളത്. ഈ 3 കാര്യങ്ങൾ ബേസിക്, ഏറ്റവും മിനിമം, ഏറ്റവും ബേസിക്കായ 3 കാര്യങ്ങളാണ്. അപ്പോൾ ഇത് മനസ്സിൽ വെച്ച് തുടങ്ങുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഓക്കെ. ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള മെയിൻ 3 കാര്യങ്ങൾ. പിന്നെ വേറെ കുറച്ച് അഡ്വൈസ് കാണണമെന്നില്ല, എൻ്റെ കുറച്ച് എക്സ്പീരിയൻസ് പറയാനാണ്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ എക്സ്പെക്ട് ചെയ്യുമ്പോൾ ഭയങ്കര ഷോക്കാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ലേ. ഇപ്പോൾ ഇന്നലത്തെ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായി, നിങ്ങളുടെ അടുത്ത് കണ്ടവർക്കറിയാം. കണ്ടവർ വളരെ കുറവാണ്, അതുകൊണ്ട് ഞാൻ ഇതിൽ പറയാം. ഇന്നലെ അത്യാവശ്യം നല്ല ക്ഷീണത്തിലാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായത്. 11:30 റേഞ്ചൊക്കെ നല്ല ഉറങ്ങി. കുറച്ച് ദിവസത്തെ ഉറക്ക ക്ഷീണം പരിപാടിയൊക്കെ ഉണ്ട്, നല്ല ഉറങ്ങി. ഉറക്കത്തിൻ്റെ ഇടയിൽ എഴുന്നേറ്റ് എന്നെ തന്നെ കുത്തി പൊക്കി, മുഖമൊക്കെ കഴുകി, പകുതി ഉറക്കം വെച്ചാൽ ഞാൻ നല്ല വീഡിയോ എടുക്കണം എന്നുള്ള രീതിയിൽ വീഡിയോ എടുക്കാനുള്ള ചാലഞ്ച് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം അങ്ങനെ എടുത്താണ് നല്ലത് വീഡിയോ എടുത്തു വന്നപ്പോൾ എനിക്ക് വീഡിയോ ഇഷ്ടമായി. തംബ്നെയിലും ഞാൻ എടുത്ത തംബ്നെയിലും എനിക്ക് ഇഷ്ടമായി. അപ്പം ഞാൻ വിചാരിച്ചു ഇതും അത്യാവശ്യം റീച്ചൊക്കെ കിട്ടും, സെറ്റ് അടിക്കും, ഇതൊക്കെ വെച്ച് പോസ്റ്റ് ചെയ്തു. ആരും കണ്ടില്ല.
ആരും കണ്ടില്ല ചില വളരെ കുറച്ച് പേരെ കണ്ടുള്ളൂ. ഞാൻ വിഷമമൊന്നും പറയില്ല കേട്ടോ, ഞാൻ പറഞ്ഞാണ്. അതായത് ഇപ്പം നിങ്ങളെ അതുപോലെ നമ്മളിരുന്ന എഫേർട്ടിനനുസരിച്ച് റിട്ടേൺ കിട്ടുന്ന ഒരിക്കലും പ്രതീക്ഷിക്കരുത്. എന്നുവെച്ചാൽ ഞാൻ പ്രതീക്ഷിക്കാണ്ടിരിക്കാൻ മാക്സിമം നമ്മൾ നല്ലോണം എഫേർട്ട് എടുക്കുക. ചില സംഭവങ്ങൾ കിട്ടും, കൊളുത്തും, കയറിപ്പോവും, ചിലത് അത്ര കൊളുത്തില്ല. പാർട്ട് ഓഫ് ദ ഗെയിം. പക്ഷെ വിഷമമൊക്കെ ഉണ്ടാവും ഒബ്വിയസ്ലി. എനിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്, അതങ്ങനെയാണ്. അങ്ങനെ നമുക്ക് ഞാൻ പറഞ്ഞത് ഇതൊക്കെ ഞാൻ എൻ്റെ ഇതിന്ന് പഠിച്ചാണ്. അപ്പം നിങ്ങളത് ഷെയർ ചെയ്യുന്നു. നിങ്ങൾക്ക് ഇതൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഹെൽപ്ഫുൾ ആവുമെന്ന് തോന്നിയിട്ട് പറഞ്ഞതാണ്. അങ്ങനെ അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ എൻ്റെ വീഡിയോസ് ഇപ്പോൾ ചെയ്യണത് എനിക്ക് നല്ലതാണെന്ന് തോന്നുന്ന കണ്ടൻസ് ഞാനത് ചെയ്യും. അത് വർക്കൗട്ടാന്ന് ചോദിച്ചാൽ ഞാൻ ചെയ്യണ കുറച്ച് കാര്യങ്ങളാണ്. ശരിക്കും യൂട്യൂബ് അങ്ങനെയല്ല വർക്ക് ചെയ്യുക. ഇപ്പം നിങ്ങളുടെ ഓഡിയൻസ് നിങ്ങൾ എന്താണ് എക്സ്പെക്ട് ചെയ്യണേ ആ സംഭവം നിങ്ങൾ ചെയ്താലാണ് നിങ്ങൾക്ക് കാണാനുള്ള വ്യൂസ് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ എൻ്റെ ബുക്ക് റിവ്യൂവിൻ്റെ വീഡിയോ അത്യാവശ്യം റീച്ച് പോയി. അപ്പോൾ എൻ്റെ ഓഡിയൻസ് എന്നെ എക്സ്പെക്ട് ചെയ്യണത് ആ ഒരു ഫാക്ടറിനെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിനെ ഫോളോ അപ്പ് ചെയ്ത് വീഡിയോ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ കുറച്ചുകൊണ്ട് റീച്ച് കിട്ടുന്ന ഉറപ്പൊന്നും പറയാൻ പറ്റില്ല, കിട്ടാം. ഞാൻ പക്ഷേ എനിക്കിഷ്ടമുള്ള കണ്ടൻസ്, എനിക്ക് തോന്നുന്ന കണ്ടൻസ്, എനിക്കിത് വർക്കാവും അല്ലെങ്കിൽ ഇത് പറഞ്ഞ രസമായിരിക്കും എന്നുവെച്ചാൽ എൻ്റെ സെൽഫിഷ് മോട്ടീവായിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ചെയ്യല്ലാണ്ട് മറ്റോണം ചെയ്ത് തന്നെ ഇപ്പോൾ ബുക്ക് റിവ്യൂ പരിപാടികളൊക്കെ എൻ്റെ റീച്ച് കുറച്ച് വീഡിയോസ് ഉണ്ട്, അതിനെ ഫോളോ അപ്പ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ ഇപ്പോൾ നിങ്ങളങ്ങനെ തുടങ്ങാൻ അങ്ങനത്തെ കാര്യങ്ങളും ഒക്കെ മനസ്സിൽ വയ്ക്കുക, അതൊക്കെ പഠിക്കുക. അങ്ങനെ ഞാൻ ചെയ്യാത്ത വേറെ ഒന്നുകൊണ്ടല്ല, സമയമില്ലാത്തതുകൊണ്ടും പിന്നെ നല്ല മടികളുകൊണ്ടാണ്. ഇപ്പോൾ പഠിപ്പും പരിപാടിയും വീഡിയോ എഡിറ്റിങ്ങും പരിപാടി എല്ലാം കൂടെ ഒരുമിച്ച് പോകണില്ല. അപ്പോൾ അതിൻ്റെ ഒരു മടിയും എല്ലാം കൂടി ആയിട്ടാണ് ചെയ്യാത്തത്, വേറെ ഒന്നുകൊണ്ടല്ല. ഞാൻ ചെയ്യാമെന്ന് ആലോചിക്കേണ്ട അതിനെ പറ്റിയിട്ട്. ഇനി ഭാവിയിൽ ഇനിയിപ്പോൾ 30 ദിവസം ചലഞ്ച് ചെയ്യാനും ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇനി വീഡിയോ പോസ്റ്റ് ചെയ്യാൻ ഇനിയിപ്പോൾ പറ്റുന്ന ചാൻസ് കുറവാണ്. എക്സാമൊക്കെ ആയിട്ട് തിരക്കിലായിരിക്കും. ഞാൻ നോക്കട്ടെ. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമായി സംഭവം വീഡിയോ എടുക്കലും. എനിക്ക് ഇഷ്ടമായി എന്തോ. ഞാൻ ഇപ്പോൾ അധികം ആൾക്കാരിന്ന് റിപ്ലൈ പരിപാടിയൊന്നുമില്ല, പക്ഷെ കണ്ട കുറച്ച് ആൾക്കാർ ഒന്ന് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്, ഇതിനെപ്പറ്റി പറയാറുണ്ട്. അതെനിക്ക് നല്ലോണം ഇഷ്ടമായി. പിന്നെ എനിക്ക് ഈ പ്രോസസ്സ് ഇഷ്ടമായി, നമ്മൾ ഷൂട്ട് ചെയ്യുന്നതും എഡിറ്റ് ചെയ്യുന്നതും പരിപാടിയൊക്കെ എനിക്കെന്തോ ഇഷ്ടമായി. പിന്നെ എൻ്റെ ആ ഒരു മൊണോട്ടോണസ് ലൈഫിൽ നിന്ന്, അതായത് പഠിപ്പ് മാത്രമുള്ള ഒരു ലൈഫിൽ നിന്ന് കുറച്ചുകൂടെ വെറൈറ്റി ചെയ്യണം, അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ആണോന്ന് അറിയില്ല. അതിലും പരിപാടി എനിക്ക് ഇഷ്ടമായി. അപ്പോൾ നമ്മളെന്താ പറഞ്ഞേ, വേറില്ല പോയി. ഇപ്പം ഞാൻ ഈ കുറച്ച് ഷോട്ടുകളിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കളിക്കുന്നതും എൻ്റെ ഒരു മടി കാരണമാണ്. എനിക്ക് വയ്യ വേറെ ഷോട്ടിൽ പോയി എടുക്കാൻ. നിങ്ങൾക്ക് മുമ്പ് കൂടി കണ്ടാലും അറിയാം, ഞാൻ തിരക്കുള്ള ദിവസങ്ങളിൽ മിക്കവാറും ഒറ്റ ലോങ് ഷോട്ടിൽ പോയിട്ട് അങ്ങനെ ചെയ്യുന്നതൊക്കെ ആയിരിക്കും. കാരണം എനിക്ക് വേറെ ഷോട്ടൊക്കെ പോയിട്ട് വോയിസ് സിങ്ക് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എൻ്റെ മെയിൻ ഫോണിലല്ല ഞാൻ വോയിസ് സിങ്ക് ചെയ്യണം, വേറെ ഒരു ഡിവൈസിൽ വോയിസ് എടുത്തിട്ട് സിങ്ക് ചെയ്യണം. അത് കുറച്ച് പണിയാണ്, എനിക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടായിരിക്കാം, എന്നാലും കുറച്ച് പണിയാണത്. മടിയുണ്ട് നല്ലോണം, എന്നാലും നമ്മൾ ചെയ്യുന്നുള്ളൂ. പക്ഷേ ഇതൊക്കെ ഇരുന്നാലും എനിക്ക് പരിപാടി ഇഷ്ടമായി. പിന്നെ ഇപ്പോൾ നമ്മുടെ ലാസ്റ്റ് ഡേ ആയി. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ കൂട്ടുകാരിമാരോടാണ്. ഞാൻ എന്ത് പരിപാടി കയറി പിടിച്ചു കഴിഞ്ഞാലും നീ ചെയ്യുക അഭിരാമേ അല്ലെങ്കിൽ സെറ്റാവും എന്ന് പറയാനായിട്ട് എനിക്ക് കുറേ കൂട്ടുകാർസ് ഉണ്ട്. കൂട്ടുകാരിമാരും എല്ലാവരും കൂട്ടുകാരായിട്ടുണ്ട് എല്ലാവരും. ഞാൻ ഭയങ്കര ലക്കിയാണ് ആ കാര്യത്തിൽ. എന്തുണ്ടായാലും സപ്പോർട്ട് ചെയ്യാനായിട്ട് കുറേ പേര് എനിക്കുണ്ട്. ബിഗ് താങ്ക്സ് എല്ലാവരുടെ അടുത്തും. വേറെ ആരും എൻ്റെ വീഡിയോ തുറന്നോളൂ നോക്കാത്തപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിരുന്ന നിങ്ങളെല്ലാവർക്കും ഒരുപാട് നന്ദി. പിന്നെ എൻ്റെ കൂട്ടുകാരന്മാരെല്ലാം എന്നെ സപ്പോർട്ട് ചെയ്തൊരു ആദിത്യൻ എന്ന് പറഞ്ഞൊരു ബ്രോ കമൻറ്റ് ചെയ്യാറുണ്ട് എൻ്റെ വീഡിയോസിന്. എനിക്കറിയാം ബുക്ക് റിവ്യൂ ചെയ്യുന്ന പറഞ്ഞിട്ട് ഞാൻ വഴി പോയതാണ്, ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ മനസ്സിലുണ്ടത്, ഞാൻ ചെയ്യണമെന്ന് ആലോചിക്കേണ്ടത്. ഒന്ന് ഈ 3rd ഡേ ചലഞ്ച് കഴിഞ്ഞിട്ടൊന്ന് ടൈം കിട്ടുമ്പോൾ ചെയ്യാന്ന് വെച്ചിട്ടാണ്, വേറൊന്നുമല്ല. അപ്പം അങ്ങനെ. പിന്നെ ഒബ്വിയസ്ലി എൻ്റെ വീട്ടുകാർ, അനിയനാണെങ്കിലും കസിൻസൊക്കെ എല്ലാം സപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരുടെ അടുത്തും മൊത്തത്തിൽ താങ്ക്സ്. അപ്പോൾ ഓക്കെ. അപ്പോൾ ഈ നോക്കിയിട്ട് എന്നാണെന്നൊന്നും എനിക്കറിയില്ല. നാളേക്ക് വീഡിയോ വരാൻ ചാൻസ് കുറവാണ്. 30 ദിവസമായിട്ട് കുറച്ച് ഹെക്റ്റിക്കായിരുന്നു. എന്നാൽ റെസ്റ്റ് ചെയ്യണം, മര്യാദയ്ക്ക് നേരത്തെ ഉറങ്ങണം. നേരത്തെ ഉറങ്ങിയിട്ട് കുറേ ദിവസമായി. എഡിറ്റിങ്ങിന് പോസ്റ്റ് കഴിയുമ്പോൾ എന്തായാലും 12 മണിക്ക് എടുത്താൽ 12 മണിക്ക് കഴിയും. ഇന്നലെ ഞാൻ കിടന്നൊരു 2 മണിക്കും കണ്ട. അപ്പോൾ മര്യാദയ്ക്ക് കിടന്നുറങ്ങണം. നോട്ടെ. ഇനിയിപ്പോൾ നമ്മൾ അടുപ്പിച്ച് കണ്ടിന്യൂസ് ആയി വീഡിയോ ചെയ്തതിന് വീഡിയോക്ക് ക്വാളിറ്റിയും കുറവായിരിക്കും. കുറച്ച് ക്വാളിറ്റി ഉള്ള കണ്ടൻസ് ചെയ്യാന്നൊക്കെ ആലോചിക്കുന്നുണ്ട്. പക്ഷെ ടൈം കൂടുതൽ കിട്ടുന്തോറും നമ്മൾ മടി വരും, പോസ്റ്റ് ചെയ്യാൻ ചാൻസും കുറവാണ്. ഇതെനിക്കറിയാം, പക്ഷെ നിങ്ങൾക്കറിയാലോ, എനിക്കിതൊക്കെ അറിയാം. പക്ഷെ എന്നിട്ട് ഞാൻ കിടന്ന് ഉഴപ്പും. അങ്ങനത്തെ ഒരു പ്രശ്നം എനിക്കുണ്ട്. നോക്കട്ടെ നമ്മൾ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഓക്കെ.
ശരി.